അൻവർ ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു എന്ന് കണക്കാക്കാം. അൻവറിൻ്റെ നമ്മൾ പറയുന്നതല്ല, ഈ ചരമക്കുറിപ്പ് എന്നൊക്കെ പറയുകയല്ലേ, ഒരു 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 നമ്മുടെ ലിറ്റററി ഒരു പ്രയോഗമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അത് അദ്ദേഹം തന്നെയാണ് ആ കുറിപ്പ് എഴുതിയത് എന്നതാണ് സങ്കടകരമാണ്. ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഞാണിന്മേൽ കളി കളിച്ച് കളത്തിൽ നിന്ന് പുറത്താവുന്ന ഒരാളേ ഉള്ളൂ. സമകാലിക കേരള രാഷ്ട്രീയത്തിൽ നമുക്കൊക്കെ അറിയാം. എങ്ങും ഗതി കിട്ടാതെ അവസാനം BJP-യിൽ ഒതുങ്ങിച്ചേർന്ന ആൾ. ഇതുപോലെയാണ് രണ്ട് കക്ഷികളെയും. ആദ്യം കെ മാണിയുടെ കൂടെ നിന്നു അദ്ദേഹം. PC ജോർജിൻ്റെ കാര്യമാണില്ലല്ലേ ഞാനീ പറയുന്നത്. വെല്ലുവിളിച്ച് PJ ജോസഫിൻ്റെ കൂടെ നിന്നു, ജോസഫിനെ കളിപ്പിച്ചു. കെ മാണിയുടെ പോയി കെ മാണിയെ വെല്ലുവിളിച്ചു, UDF-നെ വെല്ലുവിളിച്ചു, UDF നേതാക്കളെ വെല്ലുവിളിച്ചു. അവസാനം BJP-യിൽ അഭയം തേടിയിരിക്കുകയാണ്. രണ്ട് കക്ഷികൾക്കും വേണ്ട, രണ്ട് മുന്നണികൾക്കും വേണ്ട ജോർജിനെ. അതുതന്നെയാണ് നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലെ, ഈ ഉപതെരഞ്ഞെടുപ്പിലെ കേന്ദ്ര കഥാപാത്രമായ PV അൻവറിനും പറ്റിയിരിക്കുന്നത്. അൻവർ ആദ്യം ഇടതുപക്ഷ മുന്നണിയെ വെല്ലുവിളിച്ചു, പിണറായി വിജയനെ വെല്ലുവിളിച്ചു, ADGP-യെ വെല്ലുവിളിച്ചു. അങ്ങനെ സകല ശക്തികളെയും സകല കേന്ദ്രങ്ങളെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ വെല്ലുവിളിച്ചു. അവസാനം അദ്ദേഹം കളത്തിന് പുറത്തായി, MLA സ്ഥാനം രാജിവെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആഘോഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി കയറാം. അപ്പോൾ VD സതീശനോട് കഴിഞ്ഞ മാസം കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ നിയമസഭയിലെ ഒരു ഭയങ്കര അടിയന്തര പ്രമേയം, അഴിമതി പ്രമേയം കൊണ്ടുവന്നത്. സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതേ ആളാണ് അൻവർ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഘടകകക്ഷിയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം കോൺഗ്രസും അടിച്ച് പുറത്താക്കി. ഇന്നിപ്പോൾ എങ്ങുമില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേട്ടാൽ നമുക്ക് പോലും കരച്ചിൽ വരും. അതേപോലെയായി. അതാണ് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. അവിടേക്കാണ്, കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ CPM വളരെ ശക്തമായി ഒരു ശക്തനായ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് M സ്വരാജിനെ അവതരിപ്പിച്ചിരിക്കുന്നു. തീപാർന്ന പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. വളരെ വളരെ ശക്തമായ, വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സ്വരാജിന് കിട്ടിയിരിക്കുന്നത്. അത് ഗംഭീരമായൊരു യാത്ര, അതൊരു വലിയ തുടക്കമാണ്. തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്.